എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അയർലൻഡിൽ സംഭവിച്ചത്? T20യിൽ അയർലൻഡിനോട് 2-0 തോൽക്കണമെങ്കിൽ ചില്ലറ പാളിച്ചയൊന്നും പോരാ ഇന്ത്യ പോലെയൊരു ഒന്നാം നമ്പർ ടീമിന്. 2020 ലോക കിരീടം നേടിയതിനു ശേഷമുള്ള ആദ്യ പരമ്പരയിൽ തന്നെ അവിശ്വസനീയമായി തോറ്റതിനെ ന്യായീകരിക്കാൻ കാരണങ്ങൾ ഒന്നുമില്ല. ടീം ഇന്ത്യയുടെ T20 ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റം ശ്രേയസ് അയ്യർക്ക് ഇത്ര മോശം ഓർമ്മയായി അവസാനിക്കുമെന്ന് ആരും കരുതി കാണില്ല. ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നീ പരിചയസമ്പന്നർ ടീമിലില്ലെങ്കിലും നിലവിലെ ഇന്ത്യൻ T20 ടീം പേപ്പറിൽ അതിശക്തർ തന്നെയാണ്. ലോകകപ്പ് ഹീറോ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ എന്നീ ടോപ്പ് 3 തന്നെ മതി അയർലൻഡ് ബോളിംഗ് നിര വരയ്ക്കാൻ. മധ്യനിരയിൽ ശ്രേയസ് അയ്യരും തിലക് വർമ്മയും ശിവം ദുബെയും മറ്റേതെങ്കിലും ഒരു ഓൾറൗണ്ടറും ചേരുമ്പോഴുള്ള ഡെപ്ത് അതിശക്തം. പക്ഷേ ഇതൊന്നുമല്ല അയർലൻഡിൽ 2 2020 മത്സരങ്ങളിലും ക്രിക്കറ്റ് പ്രേമികൾ കണ്ടത്. ആദ്യ 2020യിൽ 34 റൺസിന്റെ തോൽവി. അയർലൻഡിന്റെ 182 റൺസ് പിന്തുടർന്ന ടീം ഇന്ത്യ വെറും 148 റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 4 ഓവർ എറിഞ്ഞ പ്രസിദ്ധ് കൃഷ്ണ വിക്കറ്റൊന്നും നേടാതെ 57 റൺസ് വഴങ്ങി പേരുദോഷം കൂട്ടി. ബാറ്റർമാരിൽ 20 പന്തിൽ 49 റൺസ് നേടിയ അഭിഷേക് ശർമ്മയും 14 പന്തിൽ 25 റൺസ് നേടിയ ശിവം ദുബെയും മാത്രമാണ് പൊരുതിയത്. തിലക് വർമ്മ 19, അക്സർ പട്ടേൽ 15 എന്നിവരാണ് രണ്ടക്കം കണ്ട മറ്റു 2 പേർ. പരമ്പര കൈവിടാതിരിക്കാൻ ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള രണ്ടാം 2020യിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 മാറിയിട്ടും റിസൾട്ട് മാറിയില്ല. ഇന്ത്യൻ ബോളർമാർ അച്ചടക്കത്തോടെ പന്തെറിഞ്ഞപ്പോൾ അയർലൻഡ് 154 റൺസിൽ ഒതുങ്ങിയതാണ്. എന്നാൽ 155 റൺസ് നേടാനുള്ള ശേഷിയില്ലാത്ത പോയി ബാറ്റിംഗ് നിരയ്ക്ക്. ഓപ്പണർമാരായ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഗോൾഡൻ ടക്കായി. പിന്നെ ക്രീസിലേക്ക് വന്ന ഇഷാൻ കിഷൻ 12ഉം ശ്രേയസ് 10 റൺസ് മാത്രം എടുത്തതിലുണ്ട് ഉത്തരവാദിത്തമില്ലായ്മ. 55 റൺസുമായി തിലക് വർമ്മ പൊരുതിയെങ്കിലും ഫലമില്ലാണ്ടായി. വാലറ്റത്ത് 10 പന്തിൽ 21 റൺസ് അടിച്ച ഹർഷിത് റാണ ആദ്യം ശ്രമിച്ചതിനും നോ റിസൾട്ട്. അതോടെ ടീം ഇന്ത്യക്ക് 1 റൺസിന്റെ ഞെട്ടിക്കുന്ന തോൽവി നേരിടേണ്ടി വന്നു. വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. എന്താണ് അയർലൻഡ് പര്യടനത്തിൽ നീലപ്പടയ്ക്ക് സംഭവിച്ചത്? അയർലൻഡിനെ വില കുറച്ച് കണ്ടതോ ഐറിഷ് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതോ കാരണം? ഏകദേശം 3 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഒരു T20 പരമ്പര കൈവിടുന്നത്. പരാജയമറിയാതെയുള്ള 16 പരമ്പരകളുടെ കുതിപ്പിനാണ് ഇതോടെ അവസാനമായതും. ഇതിനു മുമ്പ് ഒരു 2020 പരമ്പര ഇന്ത്യ തോറ്റത് 2023 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ആദ്യ പരമ്പരയാണ് ഇതെന്നതിനാൽ ശ്രേയസ് അയ്യർ സേഫാണ്. ചോദ്യങ്ങൾ അത്രയും നേരിടേണ്ടി വരിക കോച്ച് ഗൗതം ഗംഭീറിനാകും. എതിർ ടീം ശക്തരായാലും ദുർബലരായാലും ഇന്ത്യൻ താരങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടിയിരുന്നു. കാരണം ലോകകപ്പ് നേടിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ ടീം ഇങ്ങനെ തകർന്നടിയുന്നത് സ്വാഭാവികമല്ല. അയർലൻഡിലെ സാഹചര്യങ്ങളെ പഠിച്ച് രക്ഷപ്പെടാനാവില്ല. നീണ്ട IPL സീസൺ താരങ്ങളെ തളർത്തുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കണം. ഇനി നേരിടേണ്ടത് അയർലൻഡിനേക്കാൾ കരുത്തരായ ഇംഗ്ലണ്ടിനെയാണ്. അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുന്ന വൈഭവ് സൂര്യവംശി എന്ന 15 വയസ്സുകാരനെ ഇനിയും കളിപ്പിക്കാതിരുന്നാൽ അത് വലിയ വിഷയമാകുമെന്നും ഇതോടെ ഉറപ്പായി.